ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു കോട്ടൺ ഫ്രോക്കാണ്. മുകളിൽ ഒരു അക്കോബ ഫാബ്രിക്കും താഴെ ക്രേപ്പ് ഫാബ്രിക്കും ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കണേ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് 1/2 മീറ്റർ അക്കോബ ഫാബ്രിക്കാണ്. പിന്നെ അത് താഴേക്ക് സ്കേർട്ട് പോർഷന് 2 മീറ്റർ ക്രേപ്പ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ ബാൻഡിന് വേണ്ടി ഒരു സാറ്റിൻ ഫാബ്രിക്കും ലൈനിങ്ങും 2 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബോഡി പാർട്ട് ഇതുപോലെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അളവ് ഫ്രോക്കിൽ നിന്ന് എങ്ങനെയാണ് ബോഡീൻ്റെ ലെങ്ത്ത് എടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ ടേപ്പ് നിങ്ങൾ ഷോൾഡറിൻ്റെ മുകളിലായിട്ട് വെച്ച് നോക്കാം. അവിടെ താഴേക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വരെ നോക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് 11 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ അളവെന്ന് പറയുന്നത് 7 to 8 ഇയേഴ്സ് വരെയാണ്. അപ്പം ഞാനതുപോലെ 11 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു തുണി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നത്. അതിൽ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ സ്കേർട്ടിന് അറ്റാച്ച് ചെയ്യാനാണ്. ഇതിൻ്റെ വീതി 8.5 ഇഞ്ചും പ്ലസ് ഒരു 1/2 ഇഞ്ച് കൂട്ടി 9 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ബാക്ക് പോർഷൻ എടുത്തിരിക്കുന്നത്. 8.5 ഇഞ്ച് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ട് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ഇനി ബാക്ക് പീസ് താഴെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ 1 ഇഞ്ച് നീക്കിയിട്ട് വേണം ഫ്രണ്ട് പാർട്ട് വയ്ക്കേണ്ടത്. ഇനി ഇവളുടെ ഷോൾഡർ 5.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വീതി ഞാൻ 2.5 ഇഞ്ച് കൊടുത്തേക്കാണ്. ഇപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 2 ഇഞ്ച് അല്ലെങ്കിൽ 2.25 ഇഞ്ചിൽ നമുക്ക് ആ ഒരു ഷോൾഡർ കിട്ടും. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു 2.5 ഇഞ്ചാണ്. ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് ബാക്ക് പീസ് ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ച് എടുക്കാം. അവിടെയും ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് നമുക്കൊരു നെക്കിന് യു ഷേപ്പ് കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടുത്തെ കൈക്കുഴീൻ്റെ ഇറക്കമാണ്. അതിവിടെ 5.5 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ 5 ഇഞ്ചിലേക്ക് വരും. ഇനി ഇവിടുത്തെ 1 അടയാളപ്പെടുത്താണ്. ഇത് കൈക്കുഴിക്ക് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ടാണ്. ഞാനിവിടെ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. ഇവിടെ 6 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് കുറച്ച് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇതുപോലെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അളവ് ഫ്രോക്കിൽ എത്രയാണ് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പകുതി വേണം ഇവിടെ എടുക്കേണ്ടത്. ഇനി ഞാൻ ഫ്രണ്ട് നെക്കിന് ഇതുപോലെ ഷേപ്പ് കൊടുത്തിരുന്നില്ല, അതും കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ടോപ്പ് പാർട്ടിൽ ലൈനിങ് കൊടുക്കണില്ല, സ്കേർട്ട് പോർഷന് മാത്രമാണ് ഞാൻ ലൈനിങ് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്കും ആം ഹോളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കട്ട് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് പീസ് ഏതാണെന്ന് തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ നമ്മളിതുപോലെ ഒന്ന് എഴുതണം, നല്ലതായിരിക്കും. ഇനി ബാക്ക് പീസിൻ്റെ ഈ മിഡിൽ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സിബ് വയ്ക്കണത്. നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് പോർഷൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഇതുപോലെ 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നീളത്തിൽ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ഇറക്കം എന്ന് പറയണത് 29 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 18 ഇഞ്ചാണ് ഉള്ളത്. അതിവിടെ സ്കേർട്ടിന് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഇനി നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് നമ്മൾ 21 ഇഞ്ചിൽ കൊടുക്കുകയാണ്. അതിൽ ഒരു 1/2 ഇഞ്ച്
സ്കേർട്ടും ബോഡി പാർട്ടായിട്ട് ജോയിൻ ചെയ്യാനും ബാക്കി 2.5 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനാണ്. പിന്നെ മടക്കുമ്പോൾ ഇതുപോലെ വീതി വരുന്നത് 18 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 36 ഇഞ്ചായിരിക്കും ഒരു സൈഡിൽ വീതി കിട്ടുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ചുരുക്കമാണ് കേട്ടോ നമുക്ക് ഈ ഒരു മീറ്റർ ക്ലോത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര മതി. അപ്പോൾ ബാക്കി പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബാക്കിൽ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ താഴേക്ക് അധികം മടക്കേണ്ട, കട്ടിയിൽ മടക്കാത്തവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ മടങ്ങിയ ഒരു പോർഷനുണ്ട്, അതും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുരുക്കം കിട്ടും. നല്ലൊരു പാറ്റേൺ ആണത്. ഇനി അതിന് വേണ്ട ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് സ്കേർട്ട് പോർഷന് മാത്രമാണ് കേട്ടോ. ഒരു മടങ്ങിയ ഭാഗമുണ്ട് സ്കേർട്ട് പോർഷൻ്റെ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സാറ്റിൻ ക്ലോത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇതുപോലെ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്യാണ്. ഇത് നമുക്ക് നെക്കിലും സ്ലീവിലും ഒക്കെ വെച്ച് കൊടുക്കാം. സ്ലീവ്ലെസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ക്രോസ് പീസായിട്ട് വേണം നിങ്ങൾ നെക്കിലും സ്ലീവിലൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. എന്നാലാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് സിബ് വയ്ക്കാനുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒപ്പത്തിൽ വെച്ചിട്ട് വേണം ഫസ്റ്റ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയും നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് അതുപോലെ സ്ലീവിലും നെക്കിലും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവിലും നെക്കിലൊക്കെ അതുപോലെ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞു. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ പൈപ്പിംഗ് കാണുന്ന രീതിയിലേക്കാണ് ഞാൻ പൈപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ ബാക്ക് സൈഡിൽ ഞാൻ ഇതുപോലെ സിബ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് വെച്ചേക്കണേന്ന് കാണിക്കാം. കണ്ടോ, ഇതുപോലെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഞാൻ അതിൻ്റെ അരികു ഭാഗം ഒന്ന് സിക്സാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ സിബിനെ ഇനി തിരിച്ച് വെച്ചിട്ട് റോങ് സൈഡിൽ തിരിച്ച് വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് അടിച്ചു പോയിരിക്കുകയാണ് രണ്ട് സൈഡും. ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം നമ്മൾ സിബ് വയ്ക്കേണ്ടത്. ആദ്യം 1 ഇഞ്ച് വിട്ടിരുന്നല്ലോ, അതിലാണ് ഈ ഒരു 1/2 ഇഞ്ചും ഇപ്പുറത്തെ 1/2 ഇഞ്ചും കൂട്ടി 1 ഇഞ്ച് നമ്മളവിടെ ആദ്യമേ തയ്യൽത്തുമ്പ് ഇട്ടിരുന്നത്. അപ്പോൾ കറക്റ്റ് 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ രണ്ട് സൈഡും എടുത്താലേ നമുക്ക് ലൂസ് ഇല്ലാണ്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഭാഗമുണ്ട്, അത് ഇത്തിരി നമ്മൾ ഇതുപോലെ നമുക്ക് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇല്ലെങ്കിൽ കറക്റ്റ് അളവിലെടുത്തിട്ട് ആ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ബാൻഡിനുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഫ്രണ്ട് ഭാഗത്താണ് വയ്ക്കുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. വീതി അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 1.5 ഇഞ്ച് വരും. അപ്പോൾ അതിൽ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടാം. വീതി എടുക്കുന്നത് 15 ഇഞ്ചാണ്. അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ 2 ഇഞ്ച്, അപ്പം 1.5 ഇഞ്ച് മതി. ഒരു 1/2 ഇഞ്ച് ഇതുപോലെ തയ്യൽത്തുമ്പ് കൊടുക്കാനാണ്. ബാക്കി ഇവിടെ മടക്കി തയ്ക്കാം. ഞാൻ കാട്ടിത്തരാം. ഇതുപോലെ നിങ്ങൾ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ തുണീനെ ഞാൻ മടക്കിയിട്ടില്ല, ഒറ്റ ഒരു സിംഗിൾ പീസാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിത് താഴേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡ് ഭാഗമാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ എടുക്കുക. ആം ഹോളും ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ടും എല്ലാം.
എന്നിട്ട് ഒരു 2 സൈഡും ജോയിൻ ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് സ്കേർട്ട് ജോയിൻ ചെയ്യാനുള്ള ഇച്ചിരി ഭാഗം ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാൻഡ് ഇതുപോലെ വെച്ച ശേഷമാണ് കേട്ടോ നമ്മൾ സൈഡ് ഭാഗം ജോയിൻ ചെയ്യണത്. ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൈഡ് ഭാഗം ജോയിൻ ചെയ്യാണ്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ആയിട്ട് സ്കേർട്ട് പോർഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ചുരുക്കിട്ടിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രമാണ്. ഇനി ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ എൻ്റെ സ്കേർട്ട് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.